കേരളത്തിൽ ഫൈനാൻസുകാരുടെ ടോർച്ചറിങ്, ഭീഷണിപ്പെടുത്തൽ, വല്ലാതെയുള്ള ആക്രോശം അല്ലെങ്കിൽ ഗുണ്ടായിസ ലെവലിലോട്ടൊക്കെ പോയതിനു ശേഷം മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പലതവണ നീതിന്യായ വ്യവസ്ഥയിൽ നടപടി ഉണ്ടാകണമെന്നും പറഞ്ഞ് പല കത്തുകൾ എഴുതിയിട്ടും നടപടി ഇതുവരെ ഉണ്ടായില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈ കാണിക്കുന്ന എല്ലുമുറിയെ പണിയെടുത്ത് ഉപജീവനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വാഹനമോ മറ്റു കാര്യങ്ങളോ വായ്പ അവസ്ഥയിലെടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഭാഷയിൽ 10-30ഓളം പേപ്പറുകളിൽ നമ്മളെ ഒപ്പിടിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മലയാള നാട്ടിൽ മലയാള ഭാഷയിൽ ആയതെഴുതി ഇത് ഈ ഫൈനാൻസ് എടുക്കുന്ന ഉപഭോക്താവിനെ ധരിപ്പിക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് പല നീതിപീഠത്തിൻ്റെ മുമ്പിലോട്ടും പല നീതി നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ അടുത്തോട്ടും കത്തുകൾ അയച്ചത് വെറുതെയായി. ഓരോ കുരുക്കിൽപ്പെട്ടതിന് ശേഷവും ഇവരോട് പറയുന്നത്, നിങ്ങൾ എല്ലാ പേപ്പറിലും ഒപ്പിട്ട് ഞങ്ങൾക്ക് തന്നതാണ്, എവിടെ ചെന്നാലും ഞങ്ങൾക്ക് അതിനുള്ള ഡോക്യുമെൻറ്റുകളുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്, നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാള ഭാഷയിൽ ഈ കുടിലതന്ത്രങ്ങളിൽ പെടാതിരിക്കുവാൻ ആ ഭാഷയിൽ ഫൈനാൻസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും നമ്മുടെ മാതൃഭാഷയിലായത് നൽകി അതിൽ കസ്റ്റമറെ കൊണ്ട് ഒപ്പിടിയിക്കുന്ന വലിയൊരു ആവശ്യം, അത് ആവശ്യമാണെന്ന് കണ്ട് അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം ഒപ്പിടിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ആദ്യ സമയത്ത് കൊടുത്ത പൈസയും ഇവരുടെ അധ്വാനവും മുഴുവൻ കൊള്ളയടിച്ചതിന് ശേഷവും വീണ്ടും ഇവർ കൊടുക്കുന്ന ചെക്കുകൾ പ്രസൻറ്റ് ചെയ്ത് വലിയ തുകകൾ ഈടാക്കുന്ന സാഹചര്യം ഇവിടെ നമ്മുടെ നാട്ടിൽ സംജാതമുള്ളതാണ്. ആയത് പ്രകാരം നീതിപീഠത്തിന് മുമ്പിൽ ചെല്ലുമ്പോഴും ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കായിരിക്കും മുൻതൂക്കം. ആയത് മനസ്സിലാക്കി ഒട്ടനവധി ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു കാര്യത്തിൽ പലതവണ കത്തുകൾ അയച്ചിട്ടും നടപടികൾ നടത്താത്തത് ഖേദകരമായിട്ടുള്ളൊരു കാര്യമായി നാം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു.